കർത്താവിനാൽ അനുഗ്രഹമായ നല്ല വിശുദ്ധ പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന കർത്തൃദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, കടന്നു വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഏവർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ നല്ല പകലിൽ ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് നമുക്ക് നൽകിത്തന്ന വിലപ്പെട്ട സാവകാശത്തിനായും അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് നമ്മെ പരിപാലിച്ചു. കഴിഞ്ഞ ഒരു മാസക്കാലം മുഴുവനും കർത്താവിന്റെ കൃപ നമ്മെ താങ്ങി. പലവിധമായ ശാരീരിക പ്രയാസങ്ങളിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നുപോയി. പല പ്രിയപ്പെട്ടവരും ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസങ്ങൾ ദേശത്തും വിദേശത്തുമായിട്ടൊക്കെ പലരുമായിരുന്നു. അവരെല്ലാം ദൈവം സൂക്ഷിച്ചു. ക്ഷേമത്തോടെ കർത്താവ് പരിപാലിച്ചു. സൗഖ്യത്തോടെ ആ പ്രിയപ്പെട്ടവർക്ക് ഭവനങ്ങളിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മോടൊരുമിച്ചായിരുന്ന പല സഹോദരങ്ങളും ജോലിയോടുള്ള ബന്ധത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നുപോയി. അവരുടെ യാത്രകളിൽ ദൈവ സാന്നിധ്യം കൂടെയിരുന്നു. അവരെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കടന്നു വന്ന നമ്മെ എല്ലാവരെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരു നല്ല പകൽക്കാലം ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് നമുക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവചനത്തിൽ കാണുന്നത് പോലെ മരിച്ചവരും അവിടുന്ന് ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് നൽകുന്നതായ അവസരങ്ങൾ വേണ്ടതുപോലെ വിനിയോഗിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. നാം ഇന്ന് പകൽക്കാലം ഇവിടെ ദൈവസന്നിധിയിൽ വന്നത് എന്തെങ്കിലും കണ്ടിട്ട് കാഴ്ചകൾ കണ്ടിട്ട് പോകാൻ വേണ്ടിയല്ല. അങ്ങനെ ഒരു കാഴ്ച ഇവിടെയില്ല. ഏതെങ്കിലും കേട്ടിട്ട് പോകാൻ വേണ്ടി മാത്രം നാം കടന്നു വന്നവരല്ല. ദൈവത്തിനു വേണ്ടി അർപ്പിക്കുവാനായിട്ട്, ദൈവത്തിന് നൽകുവാനായിട്ട് നമ്മുടെ ആരാധന, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾ നാം ദൈവത്തിന് നൽകുവാനാണ് ദൈവസന്നിധിയിൽ വന്നത്. ദൈവത്തിന് നാം നൽകുമ്പോൾ ദൈവം നമുക്ക് തിരികെ നൽകാനായിട്ടിടയാകും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സ്തുതിയിൽ കർത്താവ് പ്രസാദിക്കുമ്പോൾ ദൈവം നമുക്ക് ബലം പകരും, നമുക്ക് ശക്തി പകരും, ആത്മസന്തോഷം ദൈവം നമുക്ക് തരും. നമ്മുടെ വേദനകൾക്ക് ദൈവം ആശ്വാസവും നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യവും തരുവാനായിട്ടിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. മറ്റൊരിടത്തും ലോകത്തിൽ ഒരിടത്തും പോയാൽ ലഭിക്കാത്തതായ വലിയ സൗഭാഗ്യവും സന്തോഷവും ദൈവസന്നിധിയിൽ ഉള്ളതുകൊണ്ടാണ് പിന്നെയും ദൈവസന്നിധിയിൽ കടന്നു വരുന്നതിൽ ആത്മാർത്ഥത നമുക്കുണ്ടാകുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന കൂട്ടായ്മകളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകി. ആ കൂട്ടായ്മകളിൽ കടന്നു വരികയും സംബന്ധിക്കുകയും ചെയ്ത എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പരസ്പരം ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം നൽകി തന്നതായ എല്ലാ അവസരങ്ങൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പിന്നെയും വളരെ പ്രാർത്ഥനയോടെ ദൈവപാരപീഠത്തിൽ നമുക്കായിരിക്കാം. 104-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ ഭാഗമാണ് ഇന്ന് പകൽ വായിപ്പാനിടയായത്. 1 മുതൽ 15 വരെയുള്ള വേറെ ഭാഗം കഴിഞ്ഞ ആഴ്ച നമുക്ക് വായിപ്പാനിടയായി. അതിൽ നിന്ന് ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ കടന്നുകൂടാത്ത ഒരു അതിര് അതിന് വെച്ചു എന്നുള്ള ദൈവവചനം ചിന്തിപ്പാനിടയായി. 16 മുതലുള്ളതായ വാക്യങ്ങളാണല്ലോ ഇന്ന് പകൽക്കാലം നമുക്ക് വായിപ്പാനിടയായത്. ഒരു വാക്യം ചിന്തയ്ക്കായിട്ട് ദൈവസന്നിധിയിൽ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. 33, 34 വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി ഈ പകൽക്കാലത്തെ ചിന്തയ്ക്കായി വായിക്കാം. 104-ാം സങ്കീർത്തനം അതിന്റെ 33, 34-ാമത്തെ വാക്യം. എന്റെ ധ്യാനം അവന് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ഞാൻ യഹോവയിൽ സന്തോഷിക്കും. 2 വാക്യങ്ങളാണ് നമുക്ക് വായിപ്പാനിടയായിത്തീർന്നത്. ഒരു ദൈവവൈതലിന്റെ തീരുമാനമാണ് അവിടെ നമുക്ക് കാണുവാനായി കഴിയുന്ന. ദൈവത്തിന് സ്തോത്രം. എന്റെ ആയുഷ്കാലത്തൊക്കെ ഞാൻ യഹോവയ്ക്ക് പാടും. ഞാൻ ഉള്ളിടത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. ലോകത്തിന്റെ പുറകെ ഓടിയതായ ഒരു കാലയളവിൽ നിന്ന് ദൈവത്തിനു വേണ്ടി ജീവിക്കുവാനും കർത്താവിന് വേണ്ടി ഓടുവാനും തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമായി ദൈവസന്നിധിയിൽ ഓരോ ദൈവവൈതലും പറയേണ്ട, പ്രസ്താവിക്കേണ്ട, എടുക്കേണ്ട തീരുമാനമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരുപക്ഷെ നശിച്ചു പോകുന്ന ലോകത്തിനു വേണ്ടി ഓടിയതായ ഒരു കാലയളവ് നമ്മുടെ ഒക്കെ ജീവിതത്തിന്റെ കഴിഞ്ഞകാല അനുഭവങ്ങളിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അന്ന് എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നേട്ടങ്ങളായിട്ട് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതകൾ പ്രദാനം ചെയ്തോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നുള്ള മറുപടിയാണ് പലരുടെയും അതിരങ്ങളിൽ നിന്ന് ഉതിർന്നു വീഴുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തെ അറിയാനായിട്ടിടയായിത്തീർന്നതിന് ശേഷമായി ജീവിതത്തിൽ പ്രാപിച്ചതൊക്കെ നമുക്ക് അനുഗ്രഹമായിരുന്നു. ജീവിതത്തിൽ നേടിയതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആശ്വാസകരമായി തീർന്ന. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ ദൈവത്തിന്റെ സന്നദ്ധിയിൽ പ്രസ്താവിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് വായിപ്പാൻ കഴിയുന്നത്. എന്റെ ആയുഷ്കാലത്തൊക്കെ ഞാൻ യഹോവയ്ക്ക് പാടും. ഞാൻ ഉള്ളിടത്തോളം എന്റെ ദൈവത്തിന്
കീർത്തനം പാടും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി പാടുക എന്നുള്ളത് മാത്രമല്ല, ഞാൻ ഈ ഭൂമിയിൽ ആയിരിക്കുന്നിടത്തോളം കാലം ദൈവത്തിന് സ്തോത്രം, ആ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ ദൈവസന്നിധിയിലായിരിക്കും. ദൈവത്തിന് മഹത്വം. ആരാധനയ്ക്ക് വരുമ്പോൾ മാത്രമല്ല, നമ്മുടെ ഭവനത്തിലായിരിക്കുമ്പോൾ മാത്രമല്ല, ജീവിതത്തിന്റെ ഏത് ചലനങ്ങളിലും ഏത് ഇടങ്ങളിലും എവിടെയായിരിക്കുമ്പോഴും ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ആരും സ്തുതിച്ചില്ലെങ്കിലും, സ്തുതിക്കുന്ന ഒരു അന്തരീക്ഷം സംജാതമായില്ലെങ്കിലും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് സ്തുതിക്കുവാനായിട്ട് ബാധ്യതയുണ്ടായിരിക്കണം ഓരോ ദൈവവൈതലും. ദൈവത്തിന് സ്തോത്രം. ഓരോ ദൈവവൈതലും അതിനുള്ള കടപ്പാടുണ്ടായിരിക്കണം. മറ്റുള്ളവർ സ്തുതിച്ചു തുടങ്ങുമ്പോൾ എന്നാൽ ഞാനും സ്തുതിക്കാമെന്നുള്ള അന്തരീക്ഷത്തിലല്ല, മറ്റുള്ളവർ ആരാധിക്കുമ്പോൾ ഞാനും ആരാധിക്കാമെന്നുള്ള ഒരു അനുഭവത്തിലല്ല. കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് ഓർക്കുമ്പോൾ, എന്റെ ജീവിതത്തിൽ ചെയ്ത വിടുതലുകൾ ഓർക്കുമ്പോൾ, ആരും സ്തുതിച്ചില്ലെങ്കിലും ആരും ദൈവത്തിന് മഹത്വം കരേറ്റിയില്ലെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് കഴിയണം, എനിക്കതിന് സാധിക്കണം. ദൈവത്തിന് സ്തോത്രം. അതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാപിച്ചതായ നന്മകളും പ്രാപിച്ച വിടുതലുകളും ഒക്കെ ഓർക്കുമ്പോൾ നമ്മുടെ ഏതെങ്കിലും പ്രത്യേകതകൾ കൊണ്ട് കർത്താവ് തന്നുപോയതാണെന്നുള്ള ചിന്താഗതിയോടെ ദൈവസന്നിധിയിലായിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കർത്താവ് നമുക്ക് വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ നൽകിയിട്ടല്ലാതെ ആര് ഭക്ഷിക്കും? ഹല്ലേലൂയ. ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നു, നാം അധ്വാനിച്ചതാണ്, നാം കടയിൽ പോയി സാധനം വാങ്ങിച്ചതാണ്, നമ്മുടെ അടുക്കളയിൽ പാചകം ചെയ്തതാണ്, എന്റെ കൈകൊണ്ടാ ഞാനത് ഭക്ഷണം വായിലേക്ക് കൊണ്ടു ചെല്ലുന്നത്, അതുകൊണ്ട് ദൈവത്തിന് അതിനെന്താ പങ്കാളിത്തം എന്ന് ചോദിച്ചാൽ വചനം പറയുന്നു, അവൻ നൽകിയിട്ടല്ലാതെ ആര് ഭക്ഷിക്കും? ദൈവത്തിന് സ്തോത്രം. ഇന്ന് എന്തെങ്കിലും നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം തമ്പുരാൻ നൽകിയതാണെന്നുള്ള ആ ഒരു വലിയ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, അവിടുന്ന് തന്നതല്ലാതെ എനിക്കൊന്നുമില്ലെന്ന് ആ ഒരു ഓർമ്മയാണ് പിന്നെയും ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തിന് നന്ദി പറയാനും നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെതായ സന്നദ്ധിയിൽ ഇന്ന് പകൽക്കാലത്തെ ചിന്തയുടെ പ്രധാന വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. 34-ാമത്തെ വാക്യം നമുക്ക് ഇങ്ങനെ വായിപ്പാനിടയായി, എന്റെ ധ്യാനം അവന് പ്രസാദമായിരിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അല്പസമയം ദൈവിക ധ്യാനം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനാണ് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. നമ്മൾ എന്താണ് ധ്യാനിക്കേണ്ടത്? ആരെയാണ് ധ്യാനിക്കേണ്ടത്? എന്തിനു വേണ്ടിയാ ധ്യാനിക്കേണ്ടത്? ധ്യാനിച്ചാൽ വല്ല നേട്ടമുണ്ടോ? ഈ കാര്യങ്ങൾ വളരെ വേഗത്തിൽ വചനാടിസ്ഥാനത്തിൽ ഓർപ്പിച്ച് ദൈവസന്നിധിയിൽ ഇരുപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. പറയപ്പെടുന്ന വേദഭാഗങ്ങൾ വേഗത്തിൽ എടുത്തു വായിക്കുവാൻ ദൈവമക്കൾ ഉത്സാഹിക്കണം. ഇവിടെ നമ്മളിങ്ങനെ വായിച്ചല്ലോ, എന്റെ ധ്യാനം അവന് പ്രസാദമായിരിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനം 19 അവസാനം നമ്മളിങ്ങനെ വായിക്കുന്നു, എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഹൃദയത്തിലെ ധ്യാനം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് ഏത് സ്ഥലത്തായിരുന്നാലും, ഭവനത്തിലായിരിക്കുമ്പോഴോ ഒരു പ്രാർത്ഥന സ്ഥലത്തായിരിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ആ ധ്യാനം ദൈവത്തിന് പ്രസാദമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രസാദം വരാത്തതായ ഒരു ചിന്തകളും ഒരു ദൈവ പൈതലിന്റെ മനസ്സിലൂടെ ഹൃദയത്തിലൂടെ കടന്നു പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം ആരെയും ആ നിലയിൽ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അരുതാത്തതൊന്നും ചിന്തിക്കരുത് എന്ന് ദൈവം പറയുന്നതല്ലാതെ, അല്ലെ ദൈവത്തിന് ഈ ചിന്തകൾ പ്രസാദമായിരിക്കണമെന്ന് പറയുന്നതല്ലാതെ, അരുതാത്തത് ചിന്തിക്കുമ്പോൾ പെട്ടെന്നൊരു ദൈവകോപം ഒന്നും വെളിപ്പെടാറില്ല. ദൈവത്തിന് സ്തോത്രം. എങ്കിലും വചനത്തില് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതായ ആ വചനങ്ങൾ ഏറ്റെടുത്ത് അതിൻ പ്രകാരം നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. ആരംഭ നിമിഷത്തിൽ തന്നെ ഞാൻ ദൈവമക്കളുടെ മുമ്പിൽ ആ ചോദ്യം വെക്കുകയാണ്. നമ്മുടെ മനസ്സിനോട് നമുക്ക് ചോദിക്കാം, എന്റെ ധ്യാനം ഒക്കെ ദൈവത്തിന് പ്രസാദകരമായി തീരാറുണ്ടോ? ഞാൻ ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഭവനത്തിലായിരിക്കുമ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഒരുപക്ഷെ ജോലി സ്ഥലത്ത് ആയിരിക്കുമ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചിന്തകളും ഒരുപക്ഷെ പ്രതികൂലമായി അവസ്ഥകൾ തീരുമ്പോഴുണ്ടാകുന്ന ചിന്തയും ദൈവത്തിന് പ്രസാദമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രസാദകരമല്ലാത്തതായ ഏതെങ്കിലും ചിന്തകൾ ഉണ്ടെങ്കിൽ അത് ആത്മീക ജീവിതത്തെ അത് സാരമായി ബാധിക്കും
സാധിക്കുമെന്നുള്ള കാര്യം മറന്നുപോകരുത്. ആ തിന്മകളുടെ മേലൊരു ജയം പ്രാപിക്കാൻ ഓരോ ദൈവവൈതലും പ്രാർത്ഥിച്ചൊരു ശക്തി ദൈവം തമ്പുരാനിൽ നിന്ന് പ്രാപിക്കണം. കർത്താവേ, അരുതാത്ത ചിന്തകൾ എന്നെ കീഴ്പ്പെടുത്തുന്നുണ്ട്. അരുതാത്തതായ ചിന്തകൾ എന്റെ മനസ്സിൽ വരുന്നത് പ്രവൃത്തിയിലേക്ക് എന്നെ തള്ളിവിടുന്നുണ്ട്. ഒരുപക്ഷെ ദൈവസന്നിധിയിൽ നിൽക്കാനുള്ള ആ ഒരു പ്രാഗൽഭ്യം പോലും നഷ്ടപ്പെടുത്തുന്നതായ അളവില് അത് എന്റെ ജീവിതത്തെ തകർത്തു കളയുമ്പോൾ അതിന്റെ മേലൊരു ജയമെടുക്കുവാൻ ദൈവമെന്നെ ഈ രാവിലെ സഹായിക്കണമേ എന്നുള്ള ഒരു വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സങ്കീർത്തനക്കാരൻ പറയുന്നത്, എന്റെ വായിലെ വാക്കുകൾ, എന്റെ ഹൃദയത്തിലെ ധ്യാനം. ദൈവത്തിന് സ്തോത്രം. ധ്യാനത്തിന്റെ ഒരു ബഹിർഗമനമാണ് വാക്കുകളായി പുറത്തു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ വാക്കുകളായി പുറത്തു വരാൻ കഴിയാതിരിക്കുന്ന അവസരത്തിലാണ് പിറുപിറുപ്പുകൾ ഉണ്ടാകുന്നത്. ആർക്കും ഒരുപക്ഷെ അത് വ്യക്തമായി മനസ്സിലാകുന്നില്ലെങ്കിലും നമ്മുടെ അതരങ്ങളിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു പിറുപിറുപ്പിലേക്ക് നാം കാര്യങ്ങൾ നീങ്ങുന്നത് ശബ്ദമെടുത്ത് സംസാരിക്കാനൊക്കാത്തത് കൊണ്ട്. ദൈവമക്കളെ, വാക്കുകളിലൂടെ പുറത്തു വന്നാലും അതൊരു പിറുപിറുപ്പായിട്ട് മാത്രം അവശേഷിച്ചാലും ദൈവത്തിന് ഹിതകരമല്ലാത്തതായ ഒരു ഹൃദയത്തിന്റെ ധ്യാനത്തിൽ നിന്നാണ് അത് പുറത്തു വരുന്നതെങ്കിൽ ദൈവം അത് അംഗീകരിക്കയില്ല. ദൈവം അതിന് ഹല്ലേലൂയ ഒരിക്കൽ പോലും ആമേൻ പറയുകയില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിലെ ധ്യാനം ദൈവത്തിന് പ്രസാദമായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇനിയും തുടർന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്, നമ്മൾ എന്താണ് ധ്യാനിക്കേണ്ടത്, ആരെയാണ് ധ്യാനിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനങ്ങളിലേക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. 1-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യം വായിച്ചോട്ടെ. 1-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഒന്നാമത് നമ്മൾ ധ്യാനിക്കേണ്ടത് ദൈവത്തിന്റെ ന്യായപ്രമാണമാണ്. ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണം എന്നുള്ള വാക്കും തിരുവഴുത്ത് എന്ന വാക്കിലും തമ്മിൽ വ്യത്യാസമുണ്ട്. തിരുവഴുത്തിനകത്ത് അല്ലെങ്കിൽ തിരുവചനത്തിനകത്ത് ന്യായപ്രമാണം ഉൾപ്പെട്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രമാണിക്കാനായി ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൽപ്പനകൾ അഥവാ ചട്ടങ്ങൾ അഥവാ വിധികൾ അടങ്ങിയിട്ടുള്ളതായ ആ ഒരു ഭാഗത്തിനാണ്, ആ ഒരു നിലവാരത്തിനാണ് ദൈവത്തിന്റെ വചനത്തിൽ ന്യായപ്രമാണം എന്ന് പറയുന്നത്. ഒരു യഹൂദനോട് ചോദിച്ചാൽ ന്യായപ്രമാണം ഏതെന്ന് ചോദിച്ചാൽ അവന് പറയാൻ കഴിയും, മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. ന്യായമായി അനുസരിക്കേണ്ട, ന്യായമായി ചെയ്യേണ്ടതായ പ്രമാണം, യഹോവയായ ദൈവം അല്ലെ കൽപ്പനകളിൽ രേഖപ്പെടുത്തി കൊടുത്തതായ പ്രമാണങ്ങൾ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളെയാണ്, ഭാഗങ്ങളെയാണ് ന്യായപ്രമാണം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം ധ്യാനിക്കേണ്ടത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ ഈ ഭൂമിയിൽ ധ്യാനിക്കാൻ, ചിന്തിക്കാൻ, മനസ്സിലാക്കുവാൻ, വായിക്കുവാൻ നിരവധി പുസ്തകങ്ങളോ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ധാരാളം നമുക്ക് ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഒരു പുസ്തകം തുറന്നു വായിച്ചില്ലെങ്കിൽ പോലും അത് കേട്ട് അത് മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള ആധുനിക സംവിധാനങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ ഒരു വീടിന്റെ ഒരു മുറിയിൽ മുഴുവനും സൂക്ഷിക്കുവാൻ തക്കവണ്ണം സ്ഥലം പോരാതെ വരുവോളം ആ നിലയിൽ പുസ്തകങ്ങൾ കൂട്ടിവെക്കുന്ന ഒരു അനുഭവം നിസ്സാരമായ ഒരു ഫോണിലോ അല്ലെങ്കിൽ മറ്റുള്ളതായ മീഡിയാസിലൊക്കെ സൂക്ഷിച്ച് അത് കൈകാര്യം ചെയ്യാനും വായിപ്പാനും ഒക്കെ കഴിയുന്ന ഒരു കാലയളവിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ദൈവമക്കളെ, മറ്റു പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് നല്ലതാണ്. എന്നാൽ അതിലൊരു പുസ്തകമായി വേദപുസ്തകം വായിക്കുന്ന ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ താണുപോകരുത്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കാൻ കൊള്ളാവുന്നതായ, തുല്യം ചൊല്ലാൻ കഴിയാത്തതായ അതുല്യമായ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ന്യായപ്രമാണമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്റെ പ്രമാണങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. അത് എന്റെ ജീവിതത്തിന് വലിയ ആശ്വാസമാണ്. അതെനിക്ക് വലിയ മധുരമാണ്. അതെനിക്ക് വലിയ അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. പല ആവർത്തി ഞാൻ ഈ വാക്കുകൾ ആവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് അതിൻ്റെതായ അനിവാര്യത ഒന്നുകൂടെ മനസ്സിലാക്കുവാൻ, അതിന്റെ പ്രാധാന്യത്തെ ചൂണ്ടിക്കാട്ടി ഞാൻ ദൈവമക്കളോട് പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ദൈവവചനം കരങ്ങളിലേന്തി ഒരധ്യായമെങ്കിലും അല്ലെങ്കിൽ ചില വാക്യങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ തിരക്കേറിയ സാഹചര്യത്തിന്റെ നടുവിലും അതിനെ വായിക്കാൻ അവസരം കണ്ടെത്തുന്ന ദൈവമക്കളെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. തിരക്കുകളുടെ പേര് പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാൻ ഒരുപക്ഷെ അത് കഴിയുമായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിന് ആശ്വാസമേകുന്ന ഏറ്റവും വലിയതായ ഒരു ഗ്രന്ഥമെന്ന് പറയുന്നത്, വായിക്കാൻ കൊള്ളാവുന്നതായ ഒരു ഗ്രന്ഥമെന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രമാണങ്ങൾ അടങ്ങിയ ഈ ന്യായപ്രമാണ പുസ്തകമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്.
ദൈവത്തിന്റെ വചനം നമ്മുടെ വായിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ ന്യായപ്രമാണം നമ്മുടെ വായിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ യോശുവയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ന്യായപ്രമാണം ധ്യാനിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അവിടെ ഒന്നുകൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് കാണാൻ കഴിയുന്നു. 1-ന്റെ 8-ാമത്തെ വാക്യം വായിക്കാം. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അതിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവവചനത്തിൻ്റെതായ പ്രസക്തി അവിടെ യോശുവയോട് വളരെ വ്യക്തമായി പറയുകയാണ്. ഈ പ്രമാണത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. നീ ഒരു രാജാവാണ്, അല്ലെങ്കിൽ നീ ഒരു അധികാരിയാണ്, നീ ഒരു ഉന്നത സ്ഥാനത്തേക്ക് ഒരു പ്രഭുവായി ദൈവം നിന്റെ ജനത്തിന് നടത്തിപ്പുകാരനായി നിന്നെ ആക്കിയിരിക്കുന്നു. എന്നാൽ തന്നെയും അവരോട് സംഭാഷിക്കുമ്പോൾ നിന്റെ നാവിൽ നിന്ന് കൂടുതലായി വ്യക്തതയോടെ വെളിപ്പെട്ടു വരേണ്ടത് ദൈവത്തിന്റെ പ്രമാണം. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതായിരിക്കണം ഒരു ദൈവവൈദ്യന്റെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. കുത്തഴിഞ്ഞതായ ഒരു ജീവിതത്തിന്റെ ഉടമകളായിട്ടല്ല ദൈവം നമ്മെ ഈ ഭൂമിയിൽ ആയിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തിയ, ഭാഗപ്പെടുത്തിയ ഒരു ജീവിതമായിരിക്കണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് ആ യോശുവയോട് പറയുന്നത്, ഇത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, അല്ലെങ്കിൽ ഇത് നീ രാവും പകലും അതെന്ത് ചെയ്യണം? ധ്യാനിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ രാവും പകലും ദൈവവചനം ധ്യാനിക്കണമെങ്കിൽ ദൈവവചനത്തോട് നമുക്കൊരു പ്രിയമുണ്ടാകണം, ഒരു ഇഷ്ടമുണ്ടാകണം. ഹല്ലേലൂയ. ദൈവവചനത്തിൽ നിന്ന് അതിന്റെ തെളിവായിട്ടൊരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. 119-ാം സങ്കീർത്തനത്തിന്റെ 97-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ന്യായപ്രമാണത്തോട് നമുക്കൊരു പ്രിയം വേണം, എന്നാലേ അത് ധ്യാനിക്കാൻ കഴിയുള്ളൂ. വായിക്കാം. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, അത് ഇടവിടാതെ എന്റെ. അപ്പൊ ദൈവവചനം ധ്യാനിക്കണമെങ്കിൽ ആ ദൈവവചനത്തോട് അല്ലെങ്കിൽ ന്യായപ്രമാണത്തോട് നമുക്കൊരു പ്രിയമുണ്ടായിരിക്കണം. ദൈവമക്കളെ, നമുക്കൊരല്പഭാരം തോന്നുമെങ്കിലും പിണങ്ങാതിരിക്കാമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ബൈബിള് കയ്യിലെടുക്കാനും വായിക്കാനും തോന്നാത്തത് അതിനോട് പ്രിയമില്ലാത്തത് കൊണ്ടാണ്. പ്രിയമുള്ള പലതും നമ്മൾ കയ്യിലെടുക്കും. ഹല്ലേലൂയ. സങ്കടത്തോടെ പറയട്ടെ, മനോരമ പത്രത്തിന് പോലും കൊടുക്കുന്ന പ്രിയം ദൈവവചനത്തോട് കാണിക്കാൻ രക്ഷിക്കപ്പെട്ടൊരു ദൈവവചനത്തിന് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ഒരു പരാജയത്തിന്റെ കാരണം അതാണെന്നുള്ളത് ദൈവസ്നേഹത്തിൽ ഞാൻ ചൂണ്ടിക്കാട്ടുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് വായിച്ച പത്രം നാം ഒരിക്കൽ കൂടെ ഒരു പക്ഷെങ്കിൽ അല്ലെ ആരെങ്കിലും ഏതെങ്കിലും ഒരു വാർത്തയെക്കുറിച്ച് പറഞ്ഞാൽ അത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയില്ലെങ്കിൽ, വായിച്ചില്ലെങ്കിൽ ഒരാവർത്തിയൂടെ ഈ ഞായറാഴ്ചത്തെ പത്രം നാളെയും ചിലപ്പോൾ ഒന്ന് വായിക്കും. ഇനി ഒരാഴ്ച കഴിഞ്ഞാണ് ഒരാൾ പറയുന്നത്, കഴിഞ്ഞ ഞായറാഴ്ചത്തെ പത്രത്തിൽ ആ വാർത്തയുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ ഒന്നുകൂടെ വായിക്കും. എന്നാൽ അങ്ങനെ ഒരവസ്ഥ ഇല്ലെങ്കിൽ ഇന്നത്തെ വളരെ വിലയോടുകൂടി നമ്മൾ നോക്കുന്ന വായിക്കുന്ന പത്രം നാളെ ചവിട്ടുകൊട്ടയിലാണ്. നമ്മൾ ആരും അതിന് വില കൽപ്പിക്കാറില്ല, അതിനാരും ഒരു മാന്യത കൊടുക്കാറില്ല. എന്നാൽ ഒരു ദിവസത്തെ പത്രം കാണാനും വായിക്കാനും കാണിക്കുന്ന ആ ഒരു തിടുക്കം, ആ ഒരു തിരക്ക് ദൈവവചനം വായിക്കുന്നതിൽ നമുക്കുണ്ടാകട്ടെ പ്രിയരെ. അതിനോട് പ്രിയമില്ലാത്തത് കൊണ്ടല്ലേ, പ്രിയം കുറഞ്ഞത് കൊണ്ടല്ലേ നമുക്കത് കയ്യിലെടുക്കാൻ കഴിയാത്തത്. ഞായറാഴ്ച യാഥാസ്ഥികമായിട്ടുള്ള ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നത് പോലെ യാഥാസ്ഥിക പെന്തക്കോസുകാരെ കുറിച്ചും പറയേണ്ടി വരുന്ന ഒരു സംഗതി ഇതാണ്. ഞായറാഴ്ച ആരാധനയ്ക്ക് കൊണ്ടുവരുന്ന ഈ പെട്ടകം ആരാധന കഴിഞ്ഞ് ഭവനത്തിൽ കൊണ്ടുപോകുമ്പോൾ എവിടെയെങ്കിലും അങ്ങ് പ്രതിഷ്ഠിക്കുകയാണ്. പിന്നെ അടുത്ത ഞായറാഴ്ചയാണ് ഇതെടുക്കുന്നത്. അങ്ങനൊരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതമായി തീരല്ലേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനസാക്ഷി വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ ഏറ്റവും സ്നേഹത്തോടെ വളരെ ആദരവോടെ ഞാൻ ദൈവസന്നിധിയിൽ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വചനം കരങ്ങളിലെടുക്കുവാനുള്ള ഒരാത്മാർത്ഥത ഉണ്ടാകണമെങ്കിൽ ഒരു പ്രിയം അതിനായിട്ട് നമുക്കുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശീമോനോട് ചോദിക്കുന്ന ആ ചോദ്യത്തിനകത്ത് ഈ വാക്ക് 3 തവണ ആവർത്തിച്ചിട്ടുള്ളത് നമുക്കറിയാം.
അവന്റെ മറുപടിയില്ല. നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ അവന്റെ മറുപടി എനിക്ക് പ്രിയമുണ്ട് എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്രത്തോളം പ്രിയമുണ്ട്? കർത്താവിനോട് പ്രിയമുണ്ടെങ്കിൽ കർത്താവിന്റെ വചനത്തോടും ഒരു പ്രിയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നെങ്കിൽ കർത്താവിന്റെ വചനത്തെയും നമുക്ക് സ്നേഹിപ്പാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിൽ ഇങ്ങനെ കാണുന്നല്ലോ, നിന്റെ കൽപ്പനകളെ സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവവചനത്തെ വായിക്കുവാൻ മാത്രമല്ല, അത് ഉൾക്കൊള്ളുവാൻ മാത്രമല്ല, അത് കരങ്ങളിൽ എടുക്കുന്നത് ഒരഭിമാനമാണ്. ദൈവത്തിന് സ്തോത്രം. അത് കരങ്ങളിൽ കൊണ്ട് നടക്കുന്നത് ഒരഭിമാനമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവവചനമാണ് എന്നെ രക്ഷിച്ചു എന്ന് എവിടെയും പറയാൻ തക്കവണ്ണം നമുക്ക് കഴിയുമെങ്കിൽ അതിൽ വലിയൊരു ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാനായിട്ടിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തോട് നമുക്കൊരു പ്രിയമുണ്ടാകട്ടെ. ഇന്നലെ വരെയുള്ള അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് ഹല്ലേലൂയ ദൈവം ചോദിക്കുന്നില്ല. ഇന്നു മുതൽ നമുക്ക് അല്പം കൂടെ പ്രിയമുണ്ടാകുമോ? ഹല്ലേലൂയ. അല്പം കൂടെ നമുക്ക് പ്രിയമുണ്ടാകുമോ? മറ്റെന്ത് മാറ്റിവെച്ചാലും ദൈവവചനത്തോട് ഒരു പ്രിയം നമുക്ക് ഇന്ന് പകൽക്കാലം മുതൽ ഉണ്ടാകട്ടെ. ആ ദൈവവചനം ഒന്ന് കരങ്ങളെടുക്കുവാൻ, അതിലെ 2 വാക്യങ്ങളെങ്കിലും ഒന്ന് വായിക്കാൻ, സമയം കിട്ടിയാൽ ഒരു അധ്യായമെങ്കിലും ഒന്ന് വായിക്കുവാൻ, അതെന്റെ ദൈവത്തിന്റെ വചനമാണെന്ന്, അതെന്നോട് സംസാരിക്കുന്നതായ ഹല്ലേലൂയ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകളാണെന്നുള്ള ആ ഒരു ബോധ്യത്തോടെ ഹല്ലേലൂയ രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ രാത്രി വിശ്രമത്തിനായി കിടക്കയിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു സമയം കണ്ടെത്തി ദൈവവചനം വായിക്കാൻ നമുക്ക് ഒരു വ്യഗ്രതയുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മേക്കാൾ കൂടുതൽ ദൈവവചനം വായിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ജയിലിൽ പോയ ഒരു പ്രമുഖ പുള്ളിയെക്കുറിച്ച് പത്രത്തിൽ വായിക്കാനിടയായി. പുള്ളി ജയിലിലിരുന്ന് തിരുവചനം വായിച്ചത്. എന്തുമായിക്കൊള്ളട്ടെ, അതിന്റെ അടിസ്ഥാനം ഏതെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരിക്കൽ പോലും കയ്യിലെടുക്കാൻ താല്പര്യപ്പെടാത്തതായ ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ആ പുള്ളിയും വചനം കയ്യിലെടുത്ത് വായിക്കാൻ ദൈവം ഒരു ഇടം കൊടുത്തത് അവിടെയാ. പണ്ടൊരിക്കലൊരു ഉദാഹരണത്തിൽ ഒരു മനുഷ്യൻ പറഞ്ഞതുപോലെ, മനസ്സോടെ എടുത്തില്ലെങ്കിൽ ദൈവം അടിച്ചെടുപ്പിക്കുമെന്ന് പറഞ്ഞ ഒരു സംഭവം ഞാൻ ഇങ്ങനെ കേൾക്കുവാനിടയായിട്ടുണ്ട്. ദൈവമക്കളെ, ദൈവം നമുക്ക് ആരോഗ്യം അവസരങ്ങളൊക്കെ തരുമ്പോൾ മനസ്സോടെ ഈ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുക്കാൻ, ഈ അമൂല്യ ഗ്രന്ഥമായി ഒരിടത്ത് അങ്ങ് സൂക്ഷിച്ചു വെക്കാതെ വല്ലപ്പോഴും അതൊന്ന് കയ്യിലെടുക്കാനായിട്ട് ദൈവം നമുക്ക് പ്രാപ്തി തരട്ടെ. അതിനായിട്ടൊരു മനസ്സ് നമുക്ക് തരട്ടെ. അതൊന്ന് തുറന്നൊന്ന് വായിക്കാൻ, അതിലെ 4 വാക്കുകളൊന്ന് വായിച്ച് അതിന്റെ മുമ്പിൽ ഒന്ന് സമർപ്പിച്ചു കൊടുത്തൊന്ന് പ്രാർത്ഥിക്കാൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒന്നാമത് നാം ധ്യാനിക്കേണ്ടത് ദൈവത്തിന്റെ വചനം ധ്യാനിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ ന്യായപ്രമാണവും ദൈവവചനവും തമ്മിൽ ഒരു അല്പ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഞങ്ങൾ വ്യക്തമാക്കി. ഞാൻ രണ്ടാമത്തെ ചിന്തയിലേക്ക് പോകുക. 119 സങ്കീർത്തനത്തിൽ വീണ്ടും നമുക്ക് വായിക്കാം. അല്ലെങ്കിൽ 119 സങ്കീർത്തനം 148 വാക്യം. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. യഹൂദന്മാരുടെ ചിന്താഗതി അനുസരിച്ച് ഒരു യാമത്തിന് 4 മണിക്കൂറുണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരു യാമത്തിന് 3 മണിക്കൂറേ ഉള്ളെന്ന് പറയുന്നുണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, ഇവിടെ ഭക്തൻ പറയുക, തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ. അപ്പോൾ ആ മനുഷ്യന്റെ ഒരു പ്രതിഷ്ഠ ഇതാണ്: ഓരോ യാമത്തിലും, ഓരോ 3 മണിക്കൂർ പിന്നിടുമ്പോഴും, ഓരോ 4 മണിക്കൂർ പിന്നിടുമ്പോഴും ഞാൻ ദൈവവചനം എന്ത് ചെയ്യും? ധ്യാനിച്ചുകൊണ്ടിരിക്കും. അത്ര വിലപ്പെട്ടതാണ് തനിക്ക്. ഒരുപക്ഷെ അത്ര ആശ്വാസകരമായി തനിക്ക് തീരുന്നതാണ് ദൈവത്തിന്റെ വചനം. തിരുവചനങ്ങളെ ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിയിരിക്കുന്നു. ഈ 1189 അധ്യായങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഈ തിരുവെഴുത്തുകളെ മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് തിരുവചനം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണം കൽപ്പനകളിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് പ്രധാനമായും 5 പുസ്തകങ്ങളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ ഈ വേദപുസ്തകത്തിലുള്ള സകല തിരുവെഴുത്തുകളെയും 66 പുസ്തകങ്ങളിലായി ഉള്ളടക്കം ചെയ്തിരിക്കുന്ന എല്ലാ തിരുവെഴുത്തുകളെയും ഒറ്റ വാക്കിൽ പറയുന്ന ഒന്നാണ് തിരുവചനം എന്ന് പറയുന്നത്. അതിൽ ഉപദേശങ്ങളുണ്ട്, ശാസനകളുണ്ട്, ചട്ടങ്ങളുണ്ട്, പ്രമാണങ്ങളുണ്ട്,
കൽപ്പനകളുണ്ട്, ആചരിക്കേണ്ട അനുഷ്ഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ തിരുവചനങ്ങളെ വായിക്കാൻ നമുക്ക് ഇത്രയും ഒരു വ്യഗ്രതയുണ്ടോ? നമുക്കൊരു താല്പര്യമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഒരു യാമത്തില് ദൈവവചനം വായിച്ചു, ചില നിമിഷങ്ങൾ വായിച്ചു, അടുത്ത യാമത്തില് ആ ഒരു ദൈവവചനം വായിക്കാൻ വേണ്ടി യാമങ്ങളെ നോക്കിയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവം എന്താണ് എന്നോട് സംസാരിക്കുന്നത് കേൾക്കാൻ, ദൈവത്തിന്റെ കൽപ്പന എന്താണെന്ന് കേൾക്കാൻ, ദൈവത്തിന്റെ അരുളപ്പാട് എന്താണെന്ന് കേൾക്കാനായിട്ട് കാതോർത്തിരിക്കുന്ന, അല്ലെ അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഒരുങ്ങുന്ന ഒരു ഭക്തന്റെ അനുഭവമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം ധ്യാനിക്കുവാൻ, തിരുവചനം ധ്യാനിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി ദൈവ അവസരങ്ങൾ നൽകട്ടെ. 1 ന്യായപ്രമാണം ധ്യാനിക്കുക, 2 അല്ലെങ്കിൽ തിരുവചനം ധ്യാനിക്കുക, 3 സങ്കീർത്തന പുസ്തകങ്ങളിലേക്ക് വരാം. അതിന്റെ 63-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. മൂന്നാമത് കർത്താവിനെ ധ്യാനിക്കുക. എന്റെ കിടക്കയിൽ ഞാൻ നിന്നെ ഓർക്കുകയും നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, എനിക്ക് ഭയം തോന്നുന്നു എന്നല്ല, ഹല്ലേലൂയ, ഞാൻ പേടിക്കുന്നു എന്നുള്ളതല്ല, മറ്റെന്തിനേക്കാൾ കൂടുതൽ ഒരാശ്വാസം എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ലഭിക്കുകയാ. ഹല്ലേലൂയ. ജീവിതത്തിന്റെ പ്രയാസവേളകളിലും ദുഃഖവേളകളിലും ആ കർത്താവിനെ ഒന്ന് ധ്യാനിക്കുമ്പോൾ, ആ കർത്താവിന്റെ കാൽവറി മരണത്തെ ഒന്ന് ധ്യാനിക്കുമ്പോൾ, കർത്താവ് ഈ ഭൂമിയിൽ നടന്നതിനെക്കുറിച്ച്, പ്രവർത്തിച്ചതിനെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കുമ്പോൾ ഒരു ദൈവവൈതന്റെ ജീവിതത്തിൽ വലിയൊരാശ്വാസം അത് പ്രദാനം ചെയ്യുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ ഭൂമിയിൽ ധ്യാനിക്കാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ല ഒരു വ്യക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ കർത്താവാണ്. ശൂന്യകാരത്തി പറയുന്നത് പോലെ അവളോട് ചോദിക്കുകയാണ്, അല്ലെ മറ്റു ഏതവസരങ്ങളിലും ആ പ്രിയനെ കുറിച്ച് മാത്രമേ അവൾക്ക് പറയാനുള്ളൂ. ആര് എപ്പോ ചോദിച്ചാലും, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും, ഏതവസരങ്ങളിലും ചോദിച്ചാൽ വാതോരാതെ പറയാനുള്ളത് അവളുടെ പ്രിയനെ കുറിച്ചാണ്. അവളോട് ചോദിക്കുന്നതായൊരു ചോദ്യം ഇതാണ്, നിന്റെ പ്രിയന് മറ്റുള്ള പ്രിയന്മാരിൽ നിന്ന് എന്താ വ്യത്യസ്തതയുള്ളത്? അവളുടെ മറുപടി ഇതാണ്, എന്റെ പ്രിയനോ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000-ങ്ങളിൽ അവൻ അതിശ്രേഷ്ഠനാ. ദൈവത്തിന് സ്തോത്രം. 10,000-ങ്ങളിൽ സുന്ദരനായിരിക്കുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ വേളികടിക്കാൻ പോകുന്നത്. ഒരു കർത്താവാണ് എന്റെ മണവാളനായി തീരാൻ പോകുന്നത്. അതാണ് എന്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ കർത്താവ് നമ്മെ വേളികടിക്കുന്ന ഒരു സുദിനം ആസന്നമായിരിക്കുന്നുണ്ട്. ആ ഹല്ലേലൂയ, നിർമ്മല കന്യകയായി ആ കർത്താവുമായിട്ട് വിവാഹ നിശ്ചയം ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരാണല്ലോ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന വിശുദ്ധ സഭ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ കർത്താവിനെ ധ്യാനിക്കുവാൻ നമുക്ക് എപ്പോഴും കഴിയണം. യഹൂദ നാട്ടില് ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് മടങ്ങിപ്പോകുന്ന ഒരു പയ്യന്റേതായ അനുഭവങ്ങളെ കുറിച്ച് ഇതിനു മുൻപ് ഞാൻ ഒരിക്കൽ ഓർപ്പിച്ചിട്ടുണ്ട്. ആ പോകുന്നതിന് മുമ്പ്, കണ്ണിൽ നിന്ന് മറയുന്നതിന് മുമ്പ് അവൻ ഒരിക്കൽ കൂടെ ആവർത്തിച്ചോർപ്പിക്കുന്ന ഒരു വാക്കിതാണ്, ഇവിടെ വന്ന് നിന്നെ കണ്ടതും എനിക്ക് ബോധ്യപ്പെട്ടതും ഇഷ്ടപ്പെട്ടതൊക്കെ എന്റെ അപ്പന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞിട്ട് എന്റെ അപ്പന്റേതായ പ്രാപ്തിക്കനുസരിച്ച് നമുക്ക് ഭാവിയിൽ താമസിക്കാനുള്ളതായ മനോഹരമായ ഒരു ഹർമ്മ്യം പണിയും. ആ പണി കഴിഞ്ഞ ശേഷം ഏത് സമയത്തും ഞാൻ മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. മടങ്ങി വരുന്ന സമയം നീ കാതോർത്തിരിക്കണം. അതിനുവേണ്ടി നീ വ്യഗ്രതയോടെ കാത്തിരിക്കണം. അതുകൊണ്ട് ഊണിലാണെങ്കിലും ഉറക്കത്തിലാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴാണെങ്കിലും അവൾ എപ്പോഴും അലർട്ടായിരിക്കും. അവളുടേതായ കണ്ണുകൾ എപ്പോഴും ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കും. അവളുടെ കാതുകൾ കൂർപ്പിച്ചുകൊണ്ടിരിക്കും. എന്തിനെന്നറിയാമോ? ഒരു ശബ്ദം കേൾക്കുമ്പോൾ അതെന്റെ പ്രിയന്റെ വരവാണോ? ആ പ്രിയനെ ധ്യാനിച്ചുകൊണ്ട് അത് തന്റെ ജീവിതത്തിന്റെ ഏതു ചലനങ്ങളിലും ആ ഒരവസ്ഥ അല്ലത് കാത്തു സൂക്ഷിക്കുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ പോയതുപോലെ മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ചേർക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ആ വാഗ്ദത്തം കർത്താവ് നമുക്ക് തന്നെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാകട്ടെ ഞാനും നിങ്ങളും. ഹല്ലേലൂയ. മയങ്ങിപ്പോകുന്ന, ഉറങ്ങിപ്പോകുന്ന ഒരു സഭയെ പോലെയല്ല. ഒരുപക്ഷെ കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ളതായ ആ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അറ്റുപോകരുത്. ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രാർത്ഥനകളും അവസാനിക്കുമ്പോൾ ആ ഓർമ്മ പുതുക്കിക്കൊണ്ടാണല്ലോ നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ എന്നുള്ളതായ ആ ഉറക്കയുള്ള പ്രഖ്യാപനത്തോടുകൂടെ ആത്മമണവാളന്റെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ദൈവസഭ ഓരോ പ്രാർത്ഥനകളും പര്യവസാനിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ
ജീവിതത്തിൽ ഓർക്കാനും ധ്യാനിപ്പാനും എപ്പോഴും കഴിയേണ്ടത് ഈ കർത്താവിനെയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ വീരപുരുഷന്മാർ ലോകത്തിലുണ്ടായിരിക്കാം. ഹല്ലേലൂയ. ആരാധിക്കുവാൻ ഒരുപക്ഷെ കൊള്ളാവുന്ന, ലോകം ആരാധിക്കുന്ന പലരും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വന്നെന്നിരിക്കാം. അവരെ ആരെയും ആരാധിക്കരുത്, അവരെ ആരെയും ആദരിക്കരുത്, അവരെ ആരെയും ധ്യാനിക്കരുത്. ധ്യാനിക്കാൻ കൊള്ളാവുന്ന ഒരൊറ്റ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രാത്രിയിൽ അല്ലെങ്കിൽ വിശ്രമിക്കുന്ന വേളകളിൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളിലും കൂടുതൽ സമയം ആ കർത്താവിനെ നമ്മൾ ധ്യാനിക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ ഒരു ധ്യാന അനുഭവത്തിൽ നമ്മൾ മുന്നോട്ട് പോയാൽ അതുകൊണ്ട് എന്താ നമ്മുടെ ജീവിതത്തിൽ നേട്ടമായിട്ടുള്ളത് എന്ന് ഞാൻ ഓർപ്പിക്കാം. 119 സങ്കീർത്തനത്തിന്റെ 15 വാക്യം ഒന്ന് വായിച്ചാൽ. ഹല്ലേലൂയ. ഈ ധ്യാനത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ അതുകൊണ്ടുള്ള നേട്ടം എന്താ എന്ന് ചോദിച്ചാൽ നമ്മുടെ വഴികളെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. കർത്താവിനെ ധ്യാനിക്കുന്ന ഒരു ദൈവപൈതൽ തെറ്റിപ്പോകത്തില്ല. ന്യായപ്രമാണത്തെ ധ്യാനിക്കുന്നവൻ തെറ്റിപ്പോകത്തില്ല. തിരുവചനം ധ്യാനിക്കുന്നവൻ തെറ്റിപ്പോകത്തില്ല. അവന്റെ അകത്ത് വചനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവനെ നിയന്ത്രിക്കുന്ന ഒരു കരം അവന്റെ വലങ്കരത്തിന് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ പോലും ദൈവത്തിലും ദൈവവചനത്തിലും ആശ്രയിക്കുന്ന, ആ വചനത്തെ ധ്യാനിക്കുന്ന, ദൈവത്തെ ധ്യാനിക്കുന്ന ഒരു ദൈവപൈതൽ ഒരിക്കലും ഒരു പരാജയത്തിലേക്ക് അവന്റെ ജീവിതം പോകുകയില്ല. ദൈവത്തിന് സ്തോത്രം. എവിടെയെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, ദൈവവചനത്തിൽ നിന്ന് വ്യതിചലിച്ചതാ പരാജയത്തിന്റെ കാരണം. ദൈവവചനത്തിൽ നിന്ന് അകന്നുപോയതാ പരാജയത്തിന്റെ കാരണമെന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. എവിടെയോ ദൈവവചനത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടേതായ ജീവിതം വ്യതിചലിച്ചു പോയി, ആ വചനം നമ്മുടെ അകത്തുനിന്ന് പോയി, ആ വചനത്തിന്റെ വ്യവസ്ഥ വിട്ട് നാം പോയത് കൊണ്ടാണ് ദൈവകൃപ നമ്മൾ നഷ്ടപ്പെടാൻ കാരണം. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ പിന്മാറിപ്പോയിട്ടുള്ള ഏത് മനുഷ്യനെ നോക്കിയാലും, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഏത് മനുഷ്യനെ നോക്കിയാലും ഈ ബന്ധത്തിന് വിച്ഛേദം വന്നതാണ് അവരുടെ തകർച്ചയ്ക്ക് കാരണം. അവർ ദൈവത്തിൻ്റെതായ ധ്യാനത്തിൽ നിന്ന് അകന്നുപോയി, ദൈവവചനം ധ്യാനിക്കൽ നിന്ന് അകന്നുപോയി. ഇവയുമായി ബന്ധമുള്ള ഒരു കാലയളവുണ്ടായിരുന്നു. അന്ന് നന്നായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇതുമായി ബന്ധം എപ്പോൾ വിച്ഛേദിച്ചുവോ അവരുടെ ജീവിതം ഹല്ലേലൂയ ഒരു മറ്റൊരവസ്ഥയിലേക്ക് നീങ്ങുവാനിടയായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവവചനം ധ്യാനിക്കുന്ന ഒരു ദൈവപൈതൽ വചനം പറയുന്നു, അവന്റെ വഴികളെ അവൻ സൂക്ഷിക്കുന്നവന്. ആ വാക്യം ഒന്നുകൂടെ വീണ്ടും ആവർത്തിച്ച് വായിച്ചേ. ഈ വചനം ഉള്ളത്തിലുള്ളിടത്തോളം കാലം വഴികളെ സൂക്ഷിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. അല്ലെ, ആകാത്തൊരു വഴിയിലേക്ക് പോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കയില്ല. ഒരുപക്ഷെ വഴി തെറ്റുമ്പോൾ പുറകിൽ നിന്ന് കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്, ഇതാകുന്നു വഴി, ഇതിലേ നടന്നുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും വചനം പറയുന്നു, അല്ലെ, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞ് വഴി നടത്തും, പോകേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. നേരായ മാർഗത്തിലൂടെ, ശരിയായ പാതയിലൂടെ നമ്മെ നയിക്കുന്നത് ദൈവത്തിന്റെ വചനമാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ വചനത്തിൽ എന്റെ കാലടികളെ സ്ഥിരമാക്കണമേ എന്ന് ദൈവവചനം പറയുന്നത് പോലെ ആ ദൈവവചനത്തിൽ നമ്മുടെ കാലടികൾ സ്ഥിരപ്പെടണം, നമ്മുടെ ജീവിതം സ്ഥിരപ്പെടണം. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ നാം ആയിരിക്കുന്ന ദേശത്ത് പെന്തക്കോസ്ത് വിശ്വാസികളായി പലരും കാണാം. അവരുടെ ജീവിതമോ പ്രവൃത്തിയോ പെരുമാറ്റമോ കണ്ടുകൊണ്ട് നമ്മുടെ മനസ്സും തകർന്ന് അവരിൽ ഒരാളെ പോലെ നമ്മളുമായി തീരരുത്. ഒരു വ്യത്യസ്തതയോടെ പിടിച്ചു നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ തലകുത്തി ജീവിക്കുന്നതായ ദൈവകൃപയിൽ നിന്ന് അകന്നുപോയി ഏത് നിലയിലും പ്രവർത്തിക്കുന്ന, എന്തും സംസാരിക്കുന്ന, എന്തും പ്രവർത്തിക്കുന്നതായ ആ നിലകളിൽ ജീവിക്കുന്നതായ അനുഭവക്കാരെ കണ്ടുകൊണ്ട് അവരിൽ ഒരാളായി നമ്മൾ മാറരുത്. അവരെങ്ങനെയും പോയാലും, അവരേത് നിലയിൽ മുന്നോട്ട് പോയാലും, ദൈവനാമം അവരിലൂടെ അപമാനിക്കപ്പെട്ടാലും ഞാൻ പിടിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ എവിടെയും നിലനിൽക്കണം. ദൈവത്തിന് സ്തോത്രം. അതിനുവേണ്ടി ഹല്ലേലൂയ നമ്മുടേതായ ജീവിതം സമർപ്പിക്കേണ്ടി വന്നാലും, ഹോമിക്കേണ്ടി വന്നാലും, അതിൽ നിന്ന് അല്പം പോലും ഹല്ലേലൂയ അണുവിട ചലിക്കാതെ അതിൽ ഉറച്ചു നിൽക്കാനായിട്ട് ദൈവസന്നിധിയിൽ കഴിയണം. ദൈവത്തിന് സ്തോത്രം. വഴികളെ സൂക്ഷിക്കണം. മറ്റുള്ളവരുടെ പ്രലോഭനങ്ങൾ വന്നാലും, മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങൾ വന്നാലും അകത്തു വചനമുള്ള ഒരുവന് തന്നെ സൂക്ഷിക്കാൻ കഴിയും. ആരേത് രീതിയിൽ പോയാലും എന്റെ വിശ്വാസം ഇതാ, എന്റെ തീരുമാനം ഇതാ, എന്റെ പ്രതിഷ്ഠ ഇതാ,
ദൈവം എനിക്ക് തന്ന കാഴ്ചപ്പാടിതാ. അതുകൊണ്ട് അത് വിട്ടൊരിടപാടിന് നമ്മൾ ഒരിക്കൽ പോലും നീങ്ങരുത്. ദൈവത്തിന് സ്തോത്രം. എന്റെ ചിന്തകളുടെ അവസാന ഭാഗത്തേക്ക് കടന്നു വന്ന് ഞാൻ വേഗത്തിൽ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഈ ദൈവവചനം എപ്പോഴൊക്കെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ധ്യാനം എപ്പോഴൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്? 119 സങ്കീർത്തനത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന 2 വാക്യങ്ങൾ ഞാൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അതിന്റെ 119 23 വാക്യം ആദ്യമായി നമുക്ക് വായിക്കാം. പ്രഭുക്കന്മാരും ഇരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു. അപ്പോ എപ്പോഴാ ധ്യാനിക്കേണ്ടത്? പ്രഭുക്കന്മാരും ഇരുന്ന്, അധികാരികളായിരിക്കാം, സമൂഹം ആദരിക്കുന്നവരായിരിക്കാം, മറ്റ് പല നിലകളിലുള്ളവരായിരിക്കാം, വിരോധമായി നാം കേൾക്കുകയോ നാം കേൾക്കാതെയോ നമുക്ക് വിരോധമായി ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഒരുവൻ സംസാരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഞാനോ നിന്റെ പ്രമാണങ്ങളെ എന്ത് ചെയ്യും? ധ്യാനിക്കും. ഹല്ലേലൂയ. അവിടെയാണ് നമ്മുടെ ദൈവവചനത്തോടുള്ളതായ നമ്മുടെ അപ്രസക്തി, അവിടെയാണ് നമ്മൾ വെളിപ്പെടുത്തേണ്ടത്. ഒരുപക്ഷെ എതിരായിട്ടുള്ള സംസാരങ്ങൾ ഉയരുമ്പോൾ, എതിരായിട്ട് വ്യക്തികൾ തീരുമ്പോൾ അവിടെ ദൈവവചനം ധ്യാനിക്കാനുള്ള ഒരു താല്പര്യം, ഒരു സമർപ്പണം നമുക്കുണ്ടായിരിക്കണം. ഒരുപക്ഷെ അത് എളുപ്പത്തിന് സാധ്യമായെന്നിരിക്കയില്ല. പ്രതികൂലങ്ങൾ വരുമ്പോൾ ദൈവവചനം കരങ്ങളെടുക്കാൻ പോയിട്ട്, പ്രാർത്ഥിക്കാൻ പോയിട്ട്, ആത്മീയ കാര്യങ്ങളിൽ ഒന്നിനും താല്പര്യമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു അനുഭവങ്ങളായിരിക്കാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. എന്നാൽ ദൈവവചനം പറയുന്നത് എതിരെയുള്ള സംസാരങ്ങൾ വരുമ്പോൾ ആത്മീക ജീവിതം തകർക്കാൻ, ആത്മീയ ജീവിതത്തിനെതിരായി ഒരുപക്ഷെ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ, ദൈവത്തിൽ വേണ്ടതുപോലെ വിശ്വാസമില്ലാത്തതായ മനുഷ്യർ, ജാതികളായിട്ടുള്ള ആളുകൾ നാം പാർക്കുന്ന ഇടത്തോ അല്ലെങ്കിൽ നാം പാർക്കുന്ന ഭവനത്തിലോ അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന ദേശത്തോ സംസാരിക്കുമ്പോൾ, ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ സംസാരിക്കുമ്പോൾ അതിന് ചെവി കൊടുക്കാതെ, അതിന് മറുപടി പറയാതെ ദൈവവചനത്തിൽ ആശ്രയിക്കണം. അപ്പോൾ ധൈര്യപ്പെടാനുള്ള വചനം അതിനകത്ത് ദൈവം നമ്മോട് സംസാരിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ ആ സമയത്ത് ഒരാശ്വാസം പറയാൻ ഒരാൾ ഓടി വന്നെന്നിരിക്കയില്ല. ഹല്ലേലൂയ. ആശ്വസിപ്പിക്കുന്ന വല്ലവരും ഉണ്ടോ എന്ന് ഞാൻ കാത്തിരുന്നു, ആരെയും കണ്ടില്ല താനും. ചിലപ്പോൾ ആരും വന്നില്ലെന്നിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കും ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ, ആരെങ്കിലും എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ. നമ്മുടെ കയ്യിൽ ഫോണുണ്ട്, നമുക്ക് ഒരാളെ വിളിക്കാൻ ചിലപ്പോൾ തോന്നിയെന്ന് വരികയില്ല. അത്രമാത്രം നമ്മൾ തകർന്നു പോയ ഒരവസ്ഥയായിരിക്കാം. ആ സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത് ദൈവവചനം എടുത്ത് വായിക്കുക. ദൈവവചനം എടുത്ത് വായിക്കുമ്പോൾ അതിലൂടെ ദൈവം നമ്മോട് സംഭാഷിക്കും, അതിലൂടെ ദൈവം നമ്മോട് ഇടപെടും. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രഭുക്കന്മാർ അല്ലെങ്കിൽ എതിരായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ നിന്റെ ദൈവവചനം അല്ലെങ്കിൽ നിന്റെ പ്രമാണം ഞാൻ ധ്യാനിക്കും. ഇനി 119 തന്നെ 78 വാക്യം കൂടെ വായിച്ചു. ഒന്നുകൂടെ പറഞ്ഞേ. അഹങ്കാരികൾ എന്നെ വെറുതെ മറിച്ചിട്ടിരിക്കയാൽ ലജ്ജിച്ചു പോകട്ടെ, ഞാനോ നിന്റെ കൽപ്പനകളെ, ഹല്ലേലൂയ, എന്നെ മറിച്ചിടുന്ന, പദവിയിൽ നിന്ന് തള്ളിയിടുന്ന അനുഭവങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ വരാം. ജോലി ചെയ്യുന്ന സ്ഥാനത്ത് തള്ളിയിടാൻ ചിലപ്പോൾ ആളുകൾ ശ്രമിക്കും. അഹങ്കാരം പ്രവർത്തിക്കുന്ന ആളുകൾ, അഹങ്കാരം പറയുന്ന ആളുകൾ ഒരുപക്ഷെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് 4 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് വന്ന് ചിലപ്പോൾ പറഞ്ഞു വിട്ടെന്നിരിക്കുക. അതിനുള്ള ഗൂഢതന്ത്രങ്ങൾ ചിലപ്പോൾ അവർ മെനഞ്ഞെന്നിരിക്കുക. പാർക്കുന്ന ദേശത്തു നിന്ന് ചിലപ്പോൾ ഇളക്കി വിടാനായിട്ട് ശ്രമിച്ചെന്നിരിക്കുക. അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ നമ്മെ മറിച്ചിടുന്ന അനുഭവങ്ങൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കണ്ടെന്ന് വന്നിരിക്കുക. ഒരുപക്ഷെ നമ്മുടെ ചെവി കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടെന്നിരിക്കുക. അവിടെയും ദൈവവചനം പറയുന്നത് ഞാനോ നിന്റെ കൽപ്പനകളെ എന്ത് ചെയ്യും? ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. നിന്റെ പ്രാകാരങ്ങൾ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് ദൈവവചനം പറയുന്നത് നാം വിശ്വസിക്കുന്നെങ്കിൽ, ദൈവമക്കളെ, ഒരുവനെ ഉയർത്തുന്നത് ദൈവമാണെങ്കിൽ ഉയർത്തിയ ഒരുവനെ ദൈവം അനുവദിക്കാതെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുവാൻ ഒരു മനുഷ്യനെയും കൊണ്ട് കഴിയുകയില്ല. ഒരുപക്ഷെ ശത്രു എത്ര ശക്തനാണെങ്കിലും എത്ര പ്രബലനാണെങ്കിലും ഹല്ലേലൂയ നാം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുമെന്ന് ദൈവവചനം പറയുന്നത് പോലെ യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്താൽ, ദേശത്ത് പാർത്ത് വിശ്വസ്തയാദരിച്ചാൽ നമ്മെ മാനിപ്പാൻ ദൈവം വിശ്വസ്തന. എന്റെ വാക്കുകളെ ഞാനിവിടെ പരിമിതപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ മറിച്ചിടുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ, എതിരെയുള്ള സംഭാഷണങ്ങൾ വരുമ്പോൾ അവിടെ ഒക്കെ ദൈവവചനം ധ്യാനിക്കാൻ ഒരു താല്പര്യം നമുക്കുണ്ടാകണം, അതിനോടൊരു പ്രിയമുണ്ടാകണം, അതിനവസരം നാം കണ്ടെത്തണം. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും,
ആളുകളെതിരായി സംസാരിക്കുമ്പോൾ വചനം നോക്കി വായിക്കുന്നതാണോ മര്യാദ? അതാണോ ശരി? ആളുകൾ മറിച്ചിടുമ്പോ, പദവിയിൽ നിന്ന് തള്ളിയിടുമ്പോ ദൈവവചനം വായിക്കുന്നതാണോ ശരി? ഒരുപക്ഷെ ലോകത്തിലെ മനുഷ്യന് പറയാൻ പലതും ഉണ്ടെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്നൊരു ദൈവവചനം പറയാൻ കഴിയണം, എനിക്കിതിനകത്തുനിന്ന് ദൈവം എന്താ എന്നോട് പറയുന്നെന്നുള്ളത് ഞാൻ കണ്ടെത്തും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ചിട്ടുള്ള ഒരു ദൈവവൈതൽ ലജ്ജിച്ചു പോയ ചരിത്രം ഈ പുസ്തകത്തിന് പറയാനില്ല. ദൈവത്തിന് സ്തോത്രം. ഇതിനാരൊക്കെ വില കൊടുത്തിട്ടുണ്ടോ അവരെയൊക്കെ ദൈവം മാനിച്ചിട്ടുണ്ട്. ഈ പ്രമാണത്തിനകത്ത് ആരൊക്കെ നിന്നിട്ടുണ്ടോ അവരെ എല്ലാം ദൈവം മാനിച്ചിട്ടുണ്ട്. ഈ വചന നിമിത്തം ആരെയൊക്കെ നിന്ദിച്ചിട്ടുണ്ടോ അവരെയൊക്കെ ദൈവം മാനിക്കാൻ ഇടവരുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിച്ചത്, എന്റെ ധ്യാനം അവന് പ്രസാദമായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ നമുക്കൊന്ന് സമർപ്പിക്കാം. എന്റെ ധ്യാനം എപ്പോഴും ദൈവത്തിന് പ്രസാദമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനം 38 വായിക്കുന്നത് പോലെ, ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. ഹല്ലേലൂയ. അവിടെ പറയുന്നുണ്ട്, ഹല്ലേലൂയ, എന്റെ ഉള്ളത്തിന് ചൂടുപിടിച്ചു, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. അല്ലെങ്കിൽ ഒരുപക്ഷെ മൗനമായിരിക്കുന്ന വേളകളിലും നമ്മുടെ ധ്യാനത്തിൽ തീ കത്തുവാൻ, ദൈവസന്നിധിയിൽ ഒരു ധൈര്യം പകരുന്ന ഒരാത്മീയ അന്തരീക്ഷത്തിലേക്ക് ദൈവം നമ്മെ നടത്താനിടയായിത്തരും. ഭാരമുള്ള വേളകളിൽ, പ്രയാസമുള്ള വേളകളിൽ ദൈവവചനം അല്പസമയം പ്രാർത്ഥനയോടെ വായിച്ചു കഴിഞ്ഞ് അതിലൂടെ ഒരു ദൈവശബ്ദം കേട്ട് അതിലൂടെ ആശ്വാസം പ്രാപിച്ച് ദൈവസന്നിധിയിൽ ബലപ്പെട്ട ദൈവമക്കൾ പലരും ഇതിനകത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. വേദനകളും ഭാരങ്ങളും കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ പോയിരുന്ന് അല്പസമയം കരഞ്ഞു പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരാശ്വാസം പ്രാപിച്ച് എന്റെ വേദനകളിൽ ദൈവമനോട് ഇടപെട്ടു, ദൈവമനോട് സംസാരിച്ചു, ഭയപ്പെടേണ്ട എന്നൊരു ശബ്ദം ഞാൻ എന്റെ ഹൃദയത്തിൽ കേട്ടു, ഞാൻ എന്റെ കാതുകളിൽ കേട്ടു എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുന്ന എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. ഒരുപക്ഷെ മറ്റുള്ള മനുഷ്യന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ നമ്മുടെ അവസ്ഥകൾ നന്നായി അറിയാവുന്ന ഉറ്റമിത്രങ്ങൾ പോലും ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് ഹല്ലേലൂയ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ മുമ്പിലും മറുപടി പറയാൻ നമുക്ക് എങ്ങനെയെന്നറിയത്തില്ല. അല്ലെങ്കിൽ മറുപടി പറയാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്കറിയാതെ വിഷണ്ണരായി ഭാരപ്പെടുന്ന അവസരങ്ങളിലും ദൈവമക്കളെ ഒരാശ്വാസം വചനത്തിലൂടെ ഹല്ലേലൂയ ദൈവം നമുക്ക് തരുമ്പോൾ ആ വചനത്തിൽ ധൈര്യപ്പെട്ടു കൊള്ളണം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീനെന്ന് ദൈവവചനം നമ്മോട് സംസാരിക്കുമ്പോൾ ജീവിതത്തിന്റെ ഏതാകുല ചിന്തകളും നമ്മെ പിടിച്ചു കുലുക്കുന്ന വേളകളിലും ഈ വചനം നമ്മെ ധൈര്യപ്പെടുത്തുമ്പോൾ നമുക്ക് പറയാൻ കഴിയും, കരുതാൻ എനിക്കാരുമില്ലെങ്കിലും കരുതാൻ ഒരുവൻ ഉയരത്തിലുണ്ട്. ആ കർത്താവ് കരുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ കരുതുക തന്നെ ചെയ്യും. അവൻ തക്ക സമയത്ത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. ആകയാൽ നമ്മുടെ ധ്യാനം ദൈവത്തിന് പ്രസാദമായിരിക്കട്ടെ. പരിശോധിച്ചു നോക്കണം, ചിന്തിച്ചു നോക്കണം. എന്റെ മനസ്സിലൂടെ വരുന്ന ധ്യാനം, എന്റെ ഹൃദയത്തിലൂടെ വരുന്ന ചിന്ത ദൈവത്തിന് പ്രസാദകരമാണോ? ആകാത്തതായ ചിന്തകൾ, ആകാത്ത ധ്യാനങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആരംഭത്തിൽ നാം ശ്രദ്ധിച്ച ആ വാക്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉരുവിടാൻ കഴിയട്ടെ. എന്റെ വായിലെ വാക്കുകൾ, എന്റെ ഹൃദയത്തിലെ ധ്യാനം കർത്താവേ അങ്ങേക്ക് പ്രസാദമായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവർത്തികളെ കുറിച്ച് ചിന്തിക്കുവാൻ, ദൈവത്തിന്റെ പ്രവർത്തികളെ കുറിച്ച് ധ്യാനിക്കുവാൻ, അത് വരുന്ന തലമുറയോട് കൈമാറുവാൻ ഇസ്രായേലിന് ദൈവം പ്രമാണം കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ഇസ്രായേലിനോട് പറയണം, വരുന്ന തലമുറയോട് നിങ്ങൾ പറയണം, ദൈവം നടത്തിയ വഴികളെ കുറിച്ച് അവരോട് നിങ്ങൾ പറയണം. ദൈവത്തിന് സ്തോത്രം. അവയെ ധ്യാനിക്കുക മാത്രമല്ല മറ്റുള്ളവരോട് പറയണം. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കഷ്ടങ്ങളിൽ, ഞങ്ങളുടെ പ്രയാസങ്ങളിൽ ദൈവം ഇങ്ങനെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ആരും സഹായമില്ലാതിരുന്നപ്പോൾ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഹല്ലേലൂയ. എല്ലാവരും തള്ളിയപ്പോൾ, എല്ലാവരും എതിരായി മാറിയപ്പോൾ, ഒരുപക്ഷെ പാർത്ത ദേശത്തു നിന്ന്, പാർത്ത ഭവനത്തിൽ നിന്ന് പായിച്ചു കളഞ്ഞതായ ഒരു സാഹചര്യം ജീവിതത്തിൽ വന്നപ്പോൾ അവിടെ ഒക്കെ ദൈവം നമ്മെ മാനിച്ചു. ആ ദൈവത്തിൽ ആശ്രയിച്ച് ധൈര്യപ്പെട്ട് ക്രിസ്ത്യ ജീവിതം നന്നായി നയിപ്പാൻ ദൈവകരങ്ങൾ സമർപ്പിച്ച് ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ആരും സഹായം ഇല്ലാതെ പാരിൽ പാരം നിരാശയിൽ നീറും നേരം, ആരും സഹായം ഇല്ലാതെ പാരിൽ പാരം നിരാശയിൽ നീറും നേരം, കൈത്താങ്ങലേകുവാ കണ്ണുനീർ തുടപ്പാ കർത്താവേ നീയല്ല
ആരുമില്ല. കൈത്താങ്ങലേകുവാൻ കണ്ണുനീർ തുടപ്പാൻ കർത്താവേ നീയല്ല ആരുമില്ല. എന്നേശുനാഥനെ എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. എന്നേശുനാഥനെ എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. നിൻമുഖം നേരിൽ എന്നു ഞാൻ കാണും, എൻ മനമാശയാ കാത്തിടുന്നേ. നിൻമുഖം നേരിൽ എന്നു ഞാൻ കാണും, എൻ മനമാശയാ കാത്തിടുന്നേ. നീ വാരാതെന്റെ കണ്ണുനീരെല്ലാം തുവരുകയില്ല പ്രാണപ്രിയ. നീ വാരാതെന്റെ കണ്ണുനീരെല്ലാം തുവരുകയില്ല പ്രാണപ്രിയ. എന്നേശുനാഥനെ എന്നാശ നീയേ, നീ മതിയേ. എന്നേശുനാഥനെ എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. സ്വർഗീയ പിതാവേ, ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം. മനോഹരമായ ഒരു ആരാധനയിലൂടെ സംബന്ധിക്കുവാൻ അടിയങ്ങൾക്ക് അവസരങ്ങൾ നൽകിയതുകൊണ്ട് സ്തോത്രം. ഈ ആരാധനയുടെ പ്രാരംഭ നിമിഷം മുതൽ ഇത്രത്തോളം അവിടുത്തെ സാന്നിധ്യം കൃപയും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരുന്നതിനാൽ സ്തോത്രം. നല്ല സങ്കീർത്തനങ്ങളെ ഞങ്ങൾക്ക് നൽകി അല്പസമയങ്ങൾ അതിൽ നിന്ന് ചിന്തിക്കുവാൻ ഞങ്ങൾക്ക് അവസരങ്ങളെ നൽകിയല്ലോ. കർത്താവെ, ദൈവിക ധ്യാനത്തെക്കുറിച്ചുള്ള വിവിധ ചിന്തകൾ ഞങ്ങൾക്ക് ലഭിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസകരമായി തീരുവാൻ, കർത്താവെ കൂടുതലായി ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലവണക്കിയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ക്ഷേമത്തോടെ പരിപാലിച്ചല്ലോ. വിവിധ ഇടങ്ങളിലായിരുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും ഈ ആഴ്ചയിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ കൃപ ചെയ്തുകൊണ്ട് സ്തോത്രം. അവിടുന്ന് പിന്നെ അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ നിൽക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. തുടർന്നുള്ള നിമിഷങ്ങളും അനുഗ്രഹമാക്കി തീർക്കും മഹത്വം എടുക്കണമേ. യേശു മൂലം പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.